ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ബ്ലോഗിനൊരു പ്രത്യേകതയുണ്ട്. ഞാനും അക്ഷയും അക്ഷയുടെ ഫ്രണ്ട്സായ അനുശ്രീയും അനിഷയും അവരുടെ ഹസ്ബൻഡായ ജിതിനേട്ടനും അശ്വൻ ബ്രോയും എല്ലാവരും ചേർന്ന് അക്ഷയുടെ മറ്റ് രണ്ട് ഫ്രണ്ട്സായ ധനുശ്രീയുടെ വീട്ടിലേക്കും അനുശ്രീയുടെ വീട്ടിലേക്കും സർപ്രൈസായി ഞങ്ങളെല്ലാവരും ചേർന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണ് ഈ ട്രിപ്പ്. നമ്മൾ ആദ്യം പോകുന്നത് അനുശ്രീയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ജിതിനാട്ടനാണ് പിന്നെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളെ ജീപ്പിലുള്ളത് അനുശ്രീ, അക്ഷയ, അദ്രിയാണ്. അദ്രിക്കൊരു കൗതുകം പോലെ അവനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ പുറകിൽ അശ്വൻ ബ്രോയും അനിഷയും ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു. അശ്വൻ ബ്രോ നമ്മളെ വണ്ടിയുടെ അടുത്തെത്തി നമ്മൾ ഈ പോകുന്ന വഴി ഒന്ന് കൺഫേം ആക്കുകയായിരുന്നു. നമ്മൾ ഒറ്റൊരു പ്രാവശ്യം മാത്രമേ അനുശ്രീയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്രി ഇനി വണ്ടിയിൽ നിന്ന് നല്ല കൗതുകത്തോടെ ഓരോ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവനൊന്നും കരഞ്ഞിട്ടൊന്നുമില്ല. അവൻ നല്ല കൂളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ച്. അനുശ്രീ അക്ഷയുടെയും അനിഷയുടെയും അനുശ്രീയുടെയൊക്കെ ചെറുപ്പകാലം മുതലുള്ള ഫ്രണ്ടാണ്. നമ്മളിപ്പോൾ അനുശ്രീയുടെ വീട്ടിലെത്തി. വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഇനി അടുത്ത ധനുശ്രീയുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇന്നലെ ധനുശ്രീനെ ജസ്റ്റ് ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഓണായതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നാണ് അറിഞ്ഞത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മൾ പോകുന്ന കാര്യമൊന്നും അവളോട് പറഞ്ഞിരുന്നില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ധനുശ്രീയുടെ വീട്ടിൽ പോയി മടങ്ങി വരുന്നതിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ധനുശ്രീയുടെ വീടോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ എത്തുന്നതിന് അരമണിക്കൂർ മുന്നേ ധനുശ്രീയും ഹസ്ബൻഡും മോളും അവളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് അവളുടെ ഏട്ടത്തിയമ്മ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് ഞങ്ങൾ സർപ്രൈസായ അതേ ഫീലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ പോകുന്നത് നമ്മുടെ അനുശ്രീയുടെയും അനിഷയുടെയും വീട്ടിലേക്കാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വണ്ടിയിലിരുന്ന് അദ്രി നല്ല ഫോമിലാണ്. അദ്രി നല്ല ഹാപ്പി ആയിട്ട് ജീപ്പിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടെല്ലാം കേട്ടപ്പോൾ കൈയൊക്കെ മുട്ടുന്നുണ്ടായിരുന്നു. അനിഷയുടെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അശ്വൻ ബ്രോ ബൈക്ക് അനിഷയുടെ വീട്ടിൽ വെച്ച് അനിഷയും അശ്വനും പിന്നെ അനിഷയുടെ ഒരു അനിയനുണ്ടായിരുന്നു അപ്പൂസും എല്ലാവരും ഞങ്ങളുടെ ജീപ്പ് കയറി നേരെ അക്ഷയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ അക്ഷയുടെ വീട്ടിലെത്തിയപ്പോൾ നല്ല പുഴമീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പുഴമീൻ കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒത്തുകൂടി. നല്ലൊരു വൈബായിരുന്നു. വീണ്ടും ഇതുപോലെ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും യാത്രയായി. അടുത്ത ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്, കാണാം.